ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കോഡിങ് പഠിച്ചിട്ട് എന്താ പറയാ, ഞാൻ ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഞാൻ കോഡിങ് പഠിച്ചിറങ്ങിയ സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരുന്നു കേട്ടോ. ആ സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താ പറയാ, നിങ്ങൾ എന്താ പറയാ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണോ എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. ഇപ്പം ഞാൻ പറയും അല്ല, ഞാൻ BA ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, BA ആണ് ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഡിങ് എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല സ്കോപ്പ് ഉണ്ടായിരിക്കും, കോഡിങ് പഠിച്ച ഉടനെ നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടുന്നുള്ളൊരു കാര്യമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നോടല്ല, എല്ലാവരോടും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക, അറിയാലോ. അപ്പോൾ എന്താ പറയുക, കോഡിങ് പഠിച്ചിറങ്ങിയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇത്ര ഒരു ക്യാഷും കൊടുത്ത് പഠിച്ചിറങ്ങിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാൻ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, ഒരു 6-7 മാസമാണ് ഞാൻ എടുത്തത് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ CPC സർട്ടിഫൈഡ് ആയിരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷനത്തെ ആൾക്കാർ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, എക്സാം എഴുതുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ജോബ് കിട്ടും, കോഡറായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ CPC എഴുതിയിട്ടില്ല. CPC എഴുതാത്തതിൻ്റെ ഒരു കാരണം ഇത്രയേ ഉള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത കാരണമാണ് ഞാൻ CPC എഴുതാതിരുന്നത്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. ഈ ഒരു എന്താ പറയുക കോഡിംഗ് ലൈഫിനോട് എനിക്കൊരു താല്പര്യമില്ല. എനിക്കൊരു സ്റ്റാർട്ടപ്പ് കാര്യങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ കോഡിങ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പിള്ളേരോട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ, ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ CPC സർട്ടിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടും. പിന്നെ ഒരു ക്രാഷ് കോഴ്സ് ആവണ സമയത്ത് 3 months ഡ്യൂറേഷനിൽ വരുന്ന ഒരു കോഴ്സ് ആവുന്നതോട് കൂടിയിട്ടും കേരളത്തിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അറിയാലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ബൾക്കായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഓരോ 3 monthsലും പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും, നമുക്ക് ഈ ഒരു കോഡിങ്ങിന്റെ സ്കോപ്പിന് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. നമ്മൾ CPC സർട്ടിഫൈഡ് അല്ലാത്ത ഒരാളും CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളും വരുമ്പോൾ CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ജോബ് കിട്ടുക. മുന്നേ എന്ന് പറയുമ്പോൾ CPC സർട്ടിഫൈഡ് അല്ലെങ്കിലും ജോബ് നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ CPC സർട്ടിഫൈഡ് ആയിട്ട് മാത്രമാണ് കോഡേഴ്സിന് എന്താ പറയുക ജോബ് കിട്ടുന്നുള്ളൂ. CPC സർട്ടിഫിക്കേഷനും പ്ലസ് എക്സ്പീരിയൻസും ആണ് ഇപ്പോഴത്തെ കമ്പനീസ് ചോദിക്കുന്നത്, മനസ്സിലായോ? പിന്നെയെന്ന് പറയുന്നത്, ഈ CPC സർട്ടിഫൈഡ് അല്ലാത്ത ആൾക്കാരോട് പറയാനുള്ളത്, എന്താ പറയുക, നിങ്ങൾക്ക് കോഡിങ് മാത്രമല്ല കോഡിങ് പഠിച്ചുകൊണ്ട് വാക്കൻസീസ് വരുന്നത്. അതായത് ഞാൻ കോഡിങ് പഠിച്ചിട്ട് ഞാൻ കോഡറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, എന്നാൽ ആ ഒരു മെഡിക്കൽ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡൈനാമിഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡൈനാമിഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് വർക്കിംഗ് കമ്പനിയാണ്, ഇൻഫോ പാർക്കിലെ കമ്പനിയാണ് ഈ ഡൈനാമിഡ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ബില്ലിംഗ് ഫീൽഡാണ്. അതായത് നമ്മൾ കോഡിങ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് ബില്ലിംഗ്. മെഡിക്കൽ ബില്ലിംഗ് എന്താന്ന് മനസ്സിലായോ? അപ്പോൾ മെഡിക്കൽ ബില്ലിങ്ങിന് വാക്കൻസീസ് വരും. ഈ ബില്ലിംഗ് അല്ല, ലാബ് ബില്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക കുറേ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു കോഡിങ് പഠിച്ച് നമുക്ക് ലാബ് ബില്ലിങ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലിങ് ചെയ്യാം, അതിനൊക്കെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് ഡൈനാമിഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന പോസ്റ്റോട് ഞാൻ പറഞ്ഞുതരാം. മെഡിക്കൽ കോഡേഴ്സ് IP OP കോഡിങ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്, ഡൈനാമിഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്മിഷൻ വരുന്നുണ്ട്, മെഡിക്കൽ ബില്ലിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റീസബ്മിഷനും വരുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ബില്ലിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഈ കോഡേഴ്സ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ചാർട്ട് ഉണ്ടാവില്ല. അതായത് ഒരു പേഷ്യന്റ് ഡയഗ്നോസിസും ഈ എല്ലാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, കോഡിങ്ങിലൂടെ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കോഡേഴ്സ്. ആ ഒരു ഡോക്യുമെന്റിനെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഇൻഷുറൻസിലേക്ക് ബില്ല് ചെയ്യുക. ഇൻഷുറൻസ് ആണെങ്കിൽ അതിലേക്ക് ബില്ല് ചെയ്തിട്ട് ആ ഒരു പേയ്മെന്റ് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു സെക്ഷനിൽ എന്താ പറയുക, ലാബ് ബില്ലിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ടീമിനെയാണ് എന്ത് പറയുക, നമ്മൾ ബില്ല് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ചാർട്ട് ഉണ്ടല്ലോ, അതിനെ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സബ്മിഷൻ ടീം എന്ന് പറയുന്നത്, സബ്മിഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് സബ്മിറ്റ് ആയിട്ട് ഫെസിലിറ്റിക്ക് പോയിട്ട് അവിടുന്ന് റിജക്റ്റ് ആവുന്ന ക്ലെയിംസ് ഉണ്ടാവില്ല, നമ്മൾ ചെയ്തിരുന്ന മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആയിട്ട് വരും. അത് റിജക്റ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ട് നമ്മൾ റീവർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീസബ്മിഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ കമ്പനിയിലും ഡിഫറെൻറ്റ് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ കോഡിങ് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കയറാം. കോഡേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഇതിലേക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഗ്രി ഒക്കെ ഉണ്ടായാൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോഡിങ് പഠിച്ചാലും നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് പറയാം, പേയ്മെന്റ് പോസ്റ്റിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ചാർജ് എൻട്രി ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയുക റിജക്ഷൻസിൽ കയറാം, അതുപോലെ തന്നെ ഡിനേഴ്സിൽ വർക്ക് ചെയ്യാം. ഇതൊക്കെ കോഡിങ് പഠിച്ചാൽ നമുക്കൊരു പ്ലസ് പോയിന്റാണ്. കാരണം ഇതിലൊക്കെ നമുക്ക് എന്താ ഈ കോഡേഴ്സ് ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന ചാർട്ടിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു കോഡ് കാണുമ്പോൾ ഈ 111213 എന്ന് കാണുമ്പോൾ അതൊരു ENM കോഡാണല്ലോ. അപ്പൊ ഇത് കാണുമ്പോൾ കോഡേഴ്സിന് വേഗം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ഇന്ന കോഡാണ്. അപ്പൊ ആ ഒരു കമ്പനിയിൽ നമ്മളെ റിക്വയർ ചെയ്യുന്ന സമയത്ത് കോഡേഴ്സിനായിരിക്കും പ്രിഫറൻസ് കൂടുതൽ. കാരണം ആ ഒരു ചാർട്ടിൽ ആ ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കോഡേഴ്സിനെ പറ്റുള്ളൂ. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ കോഡേഴ്സിനെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ഫീൽഡിൽ നമുക്ക് വേക്കൻസീസ് വരുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. അതായത് മെഡിക്കൽ ബില്ലിങ്, അല്ലെങ്കിൽ പേയ്മെന്റ് പോസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക DME ബില്ലിങ്, ചാർജ് എൻട്രി, അങ്ങനെ കുറെ നോക്കുന്ന സമയത്ത് കുറെ വേക്കൻസീസ് കാണാം. അപ്പൊ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കുറെ നമ്മൾ കോഡിങ്ങിലേക്ക് നോക്കിയിട്ട് നമുക്ക് ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കോഡിങ്ങിന് ഡിഫറെന്റ് ഫീൽഡ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു പാക്കേജിൽ നമുക്ക് ജോബ് കിട്ടും. എന്നിട്ട് നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യണം എന്നറിയോ, ഒരു സാലറി കുറച്ചൊക്കെ എടുത്ത് വെച്ച് നമ്മൾ അവിടുന്ന് CPCക്ക് സെറ്റ് ആണെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. അത്രയേ ഉള്ളൂ. അപ്പോൾ കോഡിങ് പഠിച്ചിട്ട് ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഫീൽഡ്സിലും കൂടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ജോബ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇന്ത്യയിൽ അതുപോലെ ലിങ്ക്ഡണിൽ അതുപോലെ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ കമ്പനീസ് നോക്കുന്ന സമയത്ത് പല ആൾക്കാരോട് ചോദിക്കും ഇൻഫോ പാർക്കിൽ വേക്കൻസി ഉണ്ടോ, എങ്ങനെയാണോ ജോലിക്ക് കയറുക. എനിക്കൊരാളിന് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് സത്യം എനിക്കൊരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് അവിടെ ഒരു വേക്കൻസിയിൽ എനിക്ക് ജോബ് കിട്ടിയത്. അപ്പം ഞാൻ നോക്കും ഇത്രയേ ഉള്ളൂ, നമുക്ക് ഏതാണ് നമ്മുടെ ഒരു ഫീൽഡ് വരുന്നത്. ഇപ്പം മെഡിക്കൽ കോഡിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്കിൽ ഏതൊക്കെ കോഡിങ് കമ്പനീസ് ഉണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ കമ്പനീസ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കും. അപ്പം നമുക്ക് ലൊക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പനീസിൻ്റെ പേരൊക്കെ ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ, ഇൻഫോ പാർക്കിൽ ഇത്ര കമ്പനീസ് ഉണ്ട്, അവിടെ നിന്ന് വേക്കൻസി ഉണ്ട്. അപ്പോൾ അവരുടെ സൈറ്റിൽ ഞാൻ കയറിയിട്ട് അവരുടെ കരിയറിൽ പോയിട്ട് അവിടെ HR മെയിൽ ഉണ്ടായിരിക്കും. ആ HR മെയിൽ ഞാൻ നേരെ കോപ്പി ചെയ്യും, ഞാൻ എൻ്റെ മെയിൽ ID വയ്ക്കും. എന്നിട്ട് ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള എൻ്റെ CV റെസ്യൂമൊക്കെ അതിൽ ഞാൻ എന്ത് ചെയ്യും, എന്താ പറയുക, അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്കവിടെ വേക്കൻസി വരുമ്പോൾ നമ്മളെ വിളിക്കും. നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം, ഇന്ത്യയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകരുത്. അപ്പോൾ നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇന്ന വേക്കൻസി ഉണ്ടോ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ എന്താ പറയുക, കഴിഞ്ഞ മാസമായിട്ടേ തോന്നുന്നു ഞാനിങ്ങനെ ഇൻഫോ പാർക്കിലേക്ക് പോകുമ്പോൾ, അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ കുട്ടി എന്താ പറയുക, ഫിനാൻസിലേക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇൻഫോ പാർക്കാണ് നോക്കുന്നത്. അവർക്ക് ഇൻഫോ പാർക്കിലാകുമ്പോൾ അടിപൊളിയാണ്, നല്ല ചില്ല് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഇൻഫോ പാർക്കിലോട്ടാണ് അവർ നോക്കുന്നത്. അവരോട് ചേച്ചി എങ്ങനെ അപ്ലൈ ചെയ്യാൻ അറിയുന്നില്ലല്ലോ, ഞാൻ ഇപ്പോൾ സാധാരണ ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം, ഞാൻ ഫ്രഷറാണ്, ഇപ്പോൾ ഇവിടെ ജോലി കിട്ടിയെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്തായാലും കാണിച്ചു കൊടുക്കണ്ട. ഗൂഗിൾ ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് വേക്കൻസി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ചിലപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്ക് ഇങ്ങനെ വേക്കൻസി ഉണ്ടോ ചോദിക്കുക പോസ്റ്റിലോട്ട്. അപ്പോൾ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്യൂം അയച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ട് എനിക്ക് കുറേ കോളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടിയിട്ടും വെറുതെ ഓരോ ജോബിനൊക്കെ അപ്ലൈ ചെയ്തിടാം, നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിടാം. അപ്പോൾ ഇന്റർവ്യൂ കോൾ വരും. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു അപ് ടു ഡേറ്റ് ആയിരിക്കും ആ ഒരു ഇന്റർവ്യൂവിൽ, അല്ലെങ്കിൽ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങളോട് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. കോഡേഴ്സിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജോബ് കിട്ടാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ മെത്തേഡിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. അതുപോലെ തന്നെ വെച്ച് കോഡിങ് പഠിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മസ്റ്റായിട്ടും CPC എന്തായാലും വേണം. CPC ഇല്ലാതെ നമുക്ക് പുറത്തൊന്നും ജോബ് കിട്ടില്ല. അപ്പോൾ നാട്ടിൽ തന്നെ CPC ഇല്ലാതെ ജോബ് കിട്ടാത്തൊരവസ്ഥയാണ് വരുന്നത് കേട്ടോ. പിന്നെയല്ല ഇപ്പോൾ പുറത്ത് പോയാൽ പിന്നെ CPC ഇല്ലാതെ ജോലി കിട്ടണേ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അതായത് CPC ഇല്ലാതെ പുറത്ത് പോയി നമുക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ വേണം, നമ്മുടെ ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ ആ ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളിങ്ങനെ എന്താ പറയുക റെഫർ ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. റെഫറൻസിലൂടെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വെറുതെ റിസ്ക് എടുത്തിട്ട് അത്രയും രൂപയൊക്കെ മുടക്കി പുറത്ത് പോകാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ CPC ഉണ്ടായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു
മനസ്സിന് സമാധാനം ഉണ്ടാവുമല്ലോ, CPC ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ലല്ലോ, CPC ഉള്ള കാരണം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. അപ്പോൾ റിസ്ക് എടുക്കണ്ട, എന്താ പറയുക, CPC ആയിട്ട് തന്നെ പുറത്ത് പോവാം. അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ശരി, ബൈ ബൈ.